അന്തർദേശീയ കായിക പ്രതിഭകൾക്കും പരിശീലകർക്കും ആദരവുമായി എം.എ. കോളേജ്. കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് കോളേജിന്റെ ഭാഗമായിരുന്ന അന്തർദേശീയ താരങ്ങളെയും കായിക അധ്യാപകരെയും ആദരിച്ചത്. അർജുന അവാർഡ് ജേതാവ് ജോസഫ് ജി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് ഒളിമ്പ്യന്മാരെയും നിരവധി രാജ്യാന്തര കായിക താരങ്ങളെയും സംഭാവന ചെയ്തതിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിനുള്ള പങ്ക് വളരെ വലുതാണെന്നും നിരവധി ദേശീയ അന്തർദേശീയ കായിക പ്രതിഭകളാണ് എം.എ. കോളേജിലെ കായിക പരിശീലന കളരിയിൽ നിന്ന് ഉയർന്ന ഇന്ത്യയ്ക്ക് വേണ്ടി മെഡലുകൾ നേടിയിട്ടുള്ളതെന്നും അർജുന അവാർഡ് ജേതാവ് ജോസഫ് ജി എബ്രഹാം പറഞ്ഞു. എം.എ. കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി മാർ അത്തനേഷ്യസ് സ്ഥാപനങ്ങളുടെ യശസ് ഉയർത്തിയ കായിക പ്രതിഭകൾക്കും പരിശീലകർക്കും അധ്യാപകർക്കും കോളേജ് അസോസിയേഷൻ ഒരുക്കിയ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിരവധി കോളേജുകളുണ്ടെങ്കിലും ഒരു കോളേജിൽ നിന്ന് തന്നെ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉയർന്നുവരുന്നത് കോതമംഗലം എം.എ. കോളേജിൽ നിന്നു മാത്രമാണെന്നും അതിന് കോളേജ് മാനേജ്മെന്റ് എല്ലാ അഭിനന്ദനങ്ങൾ നേരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം.എ. കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിച്ചു. എം.എ. കോളേജിൽ ഉള്ളതുപോലെ കായിക പരിശീലനത്തിന് ഇത്രയും സൗകര്യമുള്ള കോളേജുകൾ ഇന്ത്യയിൽ വിരളമായിരിക്കുമെന്ന് ഡോക്ടർ വിന്നി വർഗീസ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ.ബി.പി. വർഗീസ്, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഡെൻസിലി ജോസ്, മുൻ കായിക വകുപ്പ് മേധാവികളായ പ്രൊഫസർ പി.ഐ. ബാബു, ഡോക്ടർ മാത്യൂസ് ജേക്കബ്, പൂർവ്വ വിദ്യാർത്ഥിയും കായിക പരിശീലകനുമായ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ടി.പി. ഔസേഫ്, കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ അർജുന അവാർഡ് ജേതാവ് എൽദോസ് പോൾ, രാജ്യാന്തര പഞ്ചഗുസ്തി താരം ജസ്റ്റിൻ ജോസ്, കായിക വകുപ്പ് മേധാവി പ്രൊഫസർ ഹാരി ബെന്നി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒളിമ്പ്യന്മാരായ അനിൽഡ തോമസ്, ഗോപി ടി തുടങ്ങി വിവിധ അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ ദേശീയ ടീമിന്റെ ഭാഗമായിരുന്ന എം.എ. കോളേജിലെ നിരവധി മുൻ അന്തർദേശീയ കായിക താരങ്ങളും പരിശീലകരും കൂടാതെ എം.എ. ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കായിക പ്രതിഭകളും ആദരവേറ്റുവാങ്ങി. കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എം.എ. കോളേജ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ, ഷെയർ ഹോൾഡേഴ്സ്, പ്രിൻസിപ്പൽമാർ, മുൻ അധ്യാപക, അനധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, വിജയം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനവും അതുപോലെ നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമേ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതുപോലെ അധ്വാനിക്കണം എന്ന പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും പ്രചോദനമാകട്ടെ. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.